ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ B.Com CAയിലെ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന സബ്ജക്റ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് പരിചയപ്പെടുക എന്നാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നവംബർ 2021 വന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യന് 3 മാർക്കിൻ്റെതാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്, അത് ഏതൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ വാട്ട് ഈസ് മീൻ ബൈ സ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ്, ഡിഫൈൻ MIS, എന്താണ് MIS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ആൻ ഓപ്പൺ സിസ്റ്റം. Then what is mean by office automation system, what is mean by transaction processing system, what is mean by dissemination of information in MIS terminology. Then next to explain any two limitation of MIS. അപ്പോൾ ഈ 8 ക്വസ്റ്റ്യൻസ്, ഇതിൽ 8 ക്വസ്റ്റ്യൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം MIS എന്നുള്ള ആ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ എനി 2 നെയിംസ് ഓഫ് ERP സോഫ്റ്റ്വെയർ കമ്പനി. ERP സോഫ്റ്റ്വെയർ കമ്പനിയുടെ 2 കമ്പനിയുടെ പേര് ഒന്ന് മെൻഷൻ ചെയ്യാനാണ്. ദെൻ വാട്ട് ഈസ് ഗ്യാപ്പ് അനാലിസിസ്, വാട്ട് ഈസ് ഡാറ്റ മൈനിങ്, വാട്ട് ഈസ് ഡാറ്റ വെയർഹൗസ് ആൻഡ് ഡിഫൈൻ ബിസിനസ് അനലിറ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ഈസ് നീഡഡ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഏതൊക്കെ ടൈപ്പ് ഇൻഫർമേഷനാണ് HRM ഹ്യൂമൻ റിസോഴ്സ് HR മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമുള്ളത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം സപ്പോർട്ടിംഗ് ടു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. വാട്ട് ഈസ് MIS, വാട്ട് ഈസ് ഇറ്റ്സ് നാച്ചും. MIS അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് MIS എന്ന്. ദെൻ എക്സ്പ്ലെയിൻ ഇൻ ഇൻഫർമേഷൻ സിസ്റ്റം എത്തിക്സ്. ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ എത്തിക്സിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഡിസ്കസ് ദ വേരിയസ് കോമ്പണൻറ്റ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ വേരിയസ് കോമ്പണൻറ്റ്സ്. ദെൻ എക്സ്പ്ലെയിൻ അഡ്വാൻറ്റേജ് ഓഫ് DBM ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ്. എക്സ്പ്ലെയിൻ വാട്ട് വാസ് ദ നെസസിറ്റി ടു ഷിഫ്റ്റ് ഫ്രം ഫയൽ സിസ്റ്റം ടു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്താണ് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ആവശ്യകത എന്താണ്, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ദെൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ സക്സസ്ഫുൾ ERP ഇംപ്ലിമെൻറ്റേഷൻ. ERP ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ എന്തെല്ലാം ഫാക്ടേഴ്സ് ആവശ്യമാണ് എന്നുള്ളതാണ്. ഇനി essay ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 2 എണ്ണമാണ് എഴുതേണ്ട ആവശ്യമുള്ളൂ. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും 2 എണ്ണം അറിയുന്ന 2 എണ്ണം എഴുതാം. അതിൽ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് മോഡൽ ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, then next discuss the phases of ERP implementation, explain the significance information technology in business. അപ്പോൾ ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം DBMS, അതേപോലെ MIS മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ERP, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കിയിട്ട് പോവുക. നാളത്തെ എക്സാമിന് എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നാളത്തെ എക്സാമിന് നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.